ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മെക്ക് PSC. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്നാൽ ട്രേഡ് ഇൻസ്ട്രക്ടർ ഷീറ്റ് മെറ്റലിൻ്റെ മുൻകാലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷനാണ്. ഓൾറെഡി ഇതിന് മുൻപ് കുറച്ച് വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ട്രേഡ്സ്മാനെ ട്രേഡ് ഇൻസ്ട്രക്ടർ ഷീറ്റ് മെറ്റലിനുള്ള ക്വസ്റ്റ്യൻസിൻ്റെയും അതിൻ്റെ സൊല്യൂഷൻസിൻ്റെയും വീഡിയോസ് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അതും കൂടെ കാണുക. ആ ഒരു എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഇത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ദ തിക്നെസ് ഓഫ് SWG നമ്പർ 10 ഈസ് 2.6 mm, 3.2 mm, 2 mm, 1.6 mm. കറക്റ്റ് ആൻസർ വരുന്നത് 3.2 mm ആണ്. ഇപ്പോൾ ഈ SWG എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് വയർ ഗേജ്, അതിന് നമ്പർ 10ൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അളവാണ് 3.2 mm. ഓക്കെ, ആ തിക്നെസ് ആണ് ഉദ്ദേശിക്കുന്നത്. തിക്നെസ് ഓഫ് ഷീറ്റ് മെറ്റൽ പ്ലേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം, ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇത് വലിയൊരു ടേബിളാണ്. നമുക്ക് മൊത്തമായിട്ട് പഠിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പോർഷൻസ് നമുക്ക് പഠിക്കാം. അപ്പോൾ 5, 10, 15, 20, 30 അങ്ങനെയുള്ള വാല്യൂസ് മാത്രം നമുക്ക് നോക്കി വെക്കാം. അല്ലാതെ അങ്ങനെ 13, 14 അങ്ങനെയൊന്നും അവർ ചോദിക്കില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10th SWG നമ്പർ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ 3.251 ആണ്. അത് റൗണ്ട് ചെയ്തിട്ടാണ് ഇവിടെ ഓപ്ഷനിൽ കൊടുത്തത് 3.2. സോ കറക്റ്റ് ആൻസർ ഇസ് 3.2. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ദ മാക്സിമം SWG നമ്പർ ഇസ്, സ്റ്റാൻഡേർഡ് വയർ ഗേജിൻ്റെ മാക്സിമം നമ്പർ എത്രയാണ് എന്നാണ് ചോദ്യം. 50, 1, 1/0, 7/0. അതിന് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് 7/0 ആണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ ചെയ്ത പോലെ തന്നെ അതേപോലുള്ളൊരു ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഏറ്റവും മുകളിലുള്ളത് 7/0 ആണ്. ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ 7/0 കണ്ടത്. 7/0ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 12.7 mm ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ 10ൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് ചോദിച്ചത്. ഇവിടെ 7/0 ആണ് ഏറ്റവും മാക്സിമം നമ്പർ, 12.7 ആണ് കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് 7/0. ഓക്കെ, അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ് വയർ ഗേജ് ആണ് ഇവിടെ താഴെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു വട്ടത്തിൽ ഇങ്ങനെ കുറേ സ്ലോട്ട്സ് ആയിട്ട് നിൽക്കുന്നത്. അതിൽ ആ ഒരു സ്പെസിമെൻ വെച്ചത് കേട്ടില്ല നിങ്ങൾ. ഇതാണ് 7/0, അതാണ് മാക്സിമം തിക്നെസ്. അത് വന്നിട്ട് ലാസ്റ്റ് ഏറ്റവും ഫൈനസ്റ്റ് ആണ് 50. 50ന് കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറഞ്ഞാൽ 0.025 mm ആണ്. ആ 50 നമുക്ക് ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ 50 എന്ന് പറഞ്ഞാൽ ഫൈനസ്റ്റ് ആണ്, 7/0 എന്ന് പറഞ്ഞാൽ തിക്കസ്റ്റ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. മാസ് പെർ യൂണിറ്റ് ഏരിയ ഫോർ 1 mm തിക്ക് സ്റ്റീൽ ഇസ്, 1 mm തിക്ക് സ്റ്റീലിന് വേണ്ട മാസ് പെർ യൂണിറ്റ്, അതായത് ഒരു ഡെൻസിറ്റി ബേസിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ വാല്യൂ മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. ഓപ്ഷൻസ് ഇങ്ങനെയാണ്: 8.65 kg/m², 7.73 kg/m², 5.3 kg/m² ആൻഡ് 6.66 kg/m². അതിൻ്റെ കറക്റ്റ് ആൻസർ 7.73 kg/m² ആണ്. ഓക്കെ, സോ അത് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. ഇനി അടുത്ത ദിവസത്തിലേക്ക് പോവാം. യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഇൻ SI സിസ്റ്റം. ഫോഴ്സിൻ്റെ യൂണിറ്റ് ഇൻ SI സിസ്റ്റം. SI സിസ്റ്റം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആണ്. അതിൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ് ഇവിടെ ചോദിച്ചത്. ഓപ്ഷൻസ് കിലോഗ്രാം ഫോഴ്സ്, ന്യൂട്ടൺ ആൻഡ് ന്യൂട്ടൺ മീറ്റർ. എന്തായിരിക്കും? നമുക്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണിത്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ പോർഷനിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. എന്താണ് കറക്റ്റ് ആൻസർ? ന്യൂട്ടൺ ആണ്. നമുക്ക് നോക്കിയാൽ കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? കിലോഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ മാസിൻ്റെ യൂണിറ്റ് ആണ്. ന്യൂട്ടൺ മീറ്റർ ഒക്കെ ടോർക്കാണ്. ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ട്രാമൽ ഇസ് യൂസ്ഡ് ഫോർ marking parallel lines, marking very small circles, marking long radii and circles, none of this. ഇപ്പോൾ ട്രാമൽ എന്ന് പറഞ്ഞാൽ അതും ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. എന്താണ്? വളരെ വലിയ സർക്കിൾസ് വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ട്രാമൽ അല്ലേ. അതുകൊണ്ട് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ മാർക്കിംഗ് വെരി ലോങ് റേഡിയൈ ആൻഡ് സർക്കിൾസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അതിൻ്റെ ആ ഒരു ട്രാമലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ട്രാമലിൻ്റെ ഈ ഒരു പോർഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഈ ഒരു പോർഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് റേഡിയസ് മാറ്റിയിട്ട് വരയ്ക്കാൻ കഴിയും. അതിന് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നട്ട് ആൻഡ് ത്രെഡൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് കാലിപ്പർ പോയിന്റ്. അത് വെച്ചിട്ടാണ് നമ്മൾ സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് പ്യുവർ അലൂമിനിയം ഇസ്
490 degrees Celsius, 660 degrees Celsius, 232 degrees Celsius, 1300 degrees Celsius. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇത് ഫ്രീക്വൻ്റ് ഒരു പി എസ് സിയിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. മെൽറ്റിംഗ് പോയിന്റ് ഏതെങ്കിലും ഒരു മെൽറ്റിംഗ് പോയിന്റ് ചോദിക്കും. ഒന്നെങ്കിൽ സിങ്ക്, ലെഡ്, അയൺ അല്ലെങ്കിൽ അലൂമിനിയം. ഇതൊക്കെ എപ്പോഴെപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അലൂമിനിയത്തിന് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. 660 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്തത് വോളിയം ഓഫ് സ്ഫിയർ ഓഫ് റേഡിയസ് ആർ 1/3 പൈ ആർ ക്യൂബ്, 4/3 പൈ ആർ ക്യൂബ്, 2/3 പൈ ആർ ക്യൂബ് ആൻഡ് പൈ ആർ ക്യൂബ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് 4/3 പൈ ആർ ക്യൂബാണ്. അപ്പോൾ ഈ സ്ഫിയർ, ഹെമിസ്ഫിയർ അതിൻ്റെ ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പി എസ് സി ചോദിച്ചാണ്. നമുക്കിപ്പോൾ വോളിയം ഡയറക്റ്റായിട്ട് ചോദിച്ചു, അല്ലെങ്കിൽ വോളിയം നമുക്ക് തന്നിട്ട് ഒരു 6 തന്നിട്ട് നമുക്ക് അതിൻ്റെ വോളിയം എത്രയാണെന്ന് കാണാനൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഫിയറിൻ്റെ വോളിയം 4/3 പൈ ആർ ക്യൂബാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊരു സ്ഫിയർ ആണെങ്കിൽ നമുക്കിതൊരു സ്ഫിയർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റേഡിയസ് ആറാണ്. ഓക്കെ, അതിൻ്റെ റേഡിയസ് ആറാണ്. അതുകൊണ്ട് വോളിയം വി ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബാണ്. സർഫസ് ഏരിയ എസ് ഈക്വൽ ടു 4 പൈ ആർ സ്ക്വയർ. ഓക്കെ, ഇതാണ് റേഡിയസ്. അപ്പോൾ ഈ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഫിയറിൻ്റെ പുറത്തുള്ള ആ ഒരു പാളി നമ്മൾക്കൊരു ഷീറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ ആണ് 4 പൈ ആർ സ്ക്വയർ. ഇതുപോലെ തന്നെ ഹെമിസ്ഫിയറിനെ കുറിച്ച് ചോദിക്കുന്നതാണ്. അതിനെക്കൊണ്ട് ഹെമിസ്ഫിയറും കൂടെ നമ്മൾ ജസ്റ്റ് നോക്കാം. ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ സ്ഫിയറിൻ്റെ പകുതിയാണ്. അതുകൊണ്ട് തന്നെ വോളിയം സ്ഫിയറിൻ്റെ നേർപകുതിയായിരിക്കും. സോ വോളിയം ഈക്വൽ ടു ഹാഫ് 4/3 പൈ ആർ ക്യൂബ്. സോ ഇറ്റ് ഈസ് 2/3 പൈ ആർ ക്യൂബ്. സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഫിയറിൻ്റെ പകുതിയായിരിക്കും ഈ ഒരു പുറത്ത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള അതിൻ്റെ പുറമുള്ള ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതിയായിരിക്കും. സ്ഫിയറിൻ്റെ പകുതിയായിരിക്കും. അതാണ് ഹാഫ് 4 പൈ ആർ സ്ക്വയർ. ഇനി ബേസിലൊരു സർക്കിൾ ഉണ്ടാവും. അതിൻ്റെ ഏരിയ കൂടെ കൂട്ടിയാൽ ഒരു പൈ ആർ സ്ക്വയറും കൂടെ കൂട്ടണം. ഓക്കെ, ഇപ്പോൾ പുറമുള്ള ആ ഒരു സർക്കുലർ ആയിട്ടുള്ള പോർഷനിലെ സർഫസ് ഏരിയ പ്ലസ് ബേസിലുള്ള സർക്കിളിൻ്റെ ഏരിയ, അതാണ് പൈ ആർ സ്ക്വയർ. അത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് 3 പൈ ആർ സ്ക്വയർ കിട്ടും. അതായിരിക്കും ഹെമിസ്ഫിയറിൻ്റെ സർഫസ് ഏരിയ. ഓക്കെ, ആ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ നോക്കണം കേട്ടോ. സ്ഫിയറും ഹെമിസ്ഫിയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മാലറ്റ് ഇസ് മെയ്ഡ് ഓഫ് സ്റ്റീൽ, റോട്ട് അയൺ, ഹാർഡ്വുഡ്, കാസ്റ്റ് അയൺ. നമുക്ക് അറിയുന്ന കാര്യമാണല്ലേ മാലറ്റ്. മാലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഹാമർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ്, ഒരു ടൂളാണ് നമുക്ക് മാലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൾറെഡി നമുക്ക് ഹാമർ ഉണ്ട്. ഹാമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാമറിൻ്റെ അറ്റം എന്നൊക്കെ പറഞ്ഞാൽ ഹാർഡൻഡ് സ്റ്റീലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് വെച്ചിട്ട് സോഫ്റ്റ് മെറ്റീരിയൽ അടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. അപ്പോൾ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈബറിനെ കൊണ്ടോ വുഡ് കൊണ്ടോ ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയലാണ്, ഒരു ടൂളാണ് മാലറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷനിൽ വരുന്ന ഓപ്ഷൻ സി ഹാർഡ്വുഡാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, മാലറ്റ് ജസ്റ്റ് ഒന്ന് കാണാം. ഇതാണ് ഈ ഒരു ഭാഗം ഉണ്ടാക്കുന്നത് ഫൈബറിനെ കൊണ്ടോ അല്ലെങ്കിൽ വുഡ് കൊണ്ടോ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഹാർഡ്വുഡ് വന്നത്. ഹാമർ ആണെങ്കിൽ ഇത് ഹാർഡൻഡ് സ്റ്റീലും ഫോർജ് സ്റ്റീലും ഒക്കെ ആയിരിക്കും. ഓക്കെ, അടുത്തത് ആംഗിൾ ഓഫ് ഡോട്ട് പഞ്ച് ഇസ് 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. കണ്ട് റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ് ഈ ഡോട്ട് പഞ്ച്, പ്രിക് പഞ്ച്, സെൻറ്റർ പഞ്ച് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതിൻ്റെ ആംഗിള് നമുക്കറിയാം അല്ലേ? കറക്റ്റ് ആൻസർ സി ആണ്, 60 ഡിഗ്രിയാണ്. റിപ്പീറ്റ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. സെൻറ്റർ പഞ്ചാണെങ്കിൽ 90 ഡിഗ്രി എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. സെൻറ്റർ പഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രില്ലിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഡോട്ട് പഞ്ച് എന്തിനാണ് യൂസ് ചെയ്യുക വെച്ചാൽ നമുക്ക് സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അതായത് വിറ്റ്നസ് മാർക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഡോട്ട് പഞ്ചും പ്രിക് പഞ്ചും ഒക്കെ യൂസ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് വയർ ഡയമീറ്റർ ഡി, ദ വയറിംഗ് അലവൻസ് ഫോർ ഷീറ്റ് മെറ്റൽ വർക്ക് ഇസ്. ഷീറ്റ് മെറ്റൽ വർക്ക് ചെയ്യുമ്പോൾ വയർ ഡയമീറ്റർ ഡി ആണ്, അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് വയർ ഗേജിൽ വെക്കുന്ന തിക്നെസ് അതിൻ്റെ ആ ഒരു ഡി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് കൊടുക്കാവുന്ന അലവൻസ് എവിടെ കൊടുക്കാന്ന് വെച്ചാൽ നമുക്ക് ബെൻഡൊക്കെ ചെയ്യും അല്ലേ? നമുക്ക് ആ ഷീറ്റ് മെറ്റൽ വളച്ചിട്ട് നമുക്ക് ഓരോരോ ലോക്കിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിന് നമ്മൾ കൊടുക്കാവുന്ന അലവൻസ് എന്താണ് എന്നാണ് ചോദ്യം. 1.5D, 2D, 2.5D ആൻഡ് 3D. ഓക്കെ, അപ്പോൾ ഇവിടെ അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് 2.5D ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ നമ്മൾ പഠിക്കണം. ഷീറ്റ് മെറ്റൽ വർക്കിന് നമ്മൾ കൊടുക്കുന്ന അലവൻസ് എന്ന് പറഞ്ഞാൽ 2.5D ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഇസ് ദ ലീക്ക് പ്രൂഫ് ജോയിൻറ്റ് ഇൻ ദ ഷീറ്റ് മെറ്റൽ വർക്ക്? നമ്മൾ ഷീറ്റ് മെറ്റലിൽ വർക്ക് കൊടുക്കുന്ന ലീക്ക് പ്രൂഫ് ജോയിൻറ്റ് എന്താണ്? ലീക്ക് പ്രൂഫ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഷീറ്റ് മെറ്റലിനുള്ളിൽ കൂടെ നമ്മൾ ഫ്ലൂയിഡ് ഒഴുക്കുകയാണെങ്കിൽ അവിടെ ലീക്ക് പ്രൂഫ് ആയിരിക്കണം, വെള്ളം പുറത്തോട്ട് വരാൻ പാടില്ല. അതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ജോയിൻറ്റ് എന്താണെന്നാണ് ചോദ്യം.
പെയിൻ ജോയിൻറ്റ്, ഗ്രൂവ് ജോയിൻറ്റ്, ലോക്ക് ഗ്രൂവ് ജോയിൻറ്റ്, റിവറ്റഡ് ജോയിൻറ്റ്. കറക്റ്റ് ആൻസർ പറഞ്ഞാൽ ലോക്ക് ഗ്രൂഡ് ജോയിൻ്റ് ആണ്. ഗ്രൂവ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കും, അങ്ങനത്തെ ഒരു ജോയിൻ്റാണ് ലോക്ക് ഗ്രൂഡ് ജോയിൻറ്റ്. ഇപ്പോൾ ഇവിടെയാണ് ഒരു ലോക്ക് ഗ്രൂവ് ജോയിൻ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് 2 ഷീറ്റാണ്. ഓക്കെ, ആ 2 ഷീറ്റ് നമ്മൾ മടക്കിയിട്ട് ഈ 2 ഷീറ്റ് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് മുകളിലൊരു ക്യാപ്പ് പോലത്തെ ഒരു സാധനം ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ആ ക്യാപ്പ് ഇതിനുള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് ഹാമർ ചെയ്യും. ഓക്കെ, ഇതൊരു ടൈപ്പ് ലോക്ക് ഗ്രൂവ് ജോയിൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 പ്ലേറ്റും അതിൻ്റെ മുകളിൽ വേറെ ക്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഗ്രൂവ് ചെയ്ത് വെക്കും. അതാണ് ലോക്ക് ഗ്രൂഡ് ജോയിൻറ്റ്. അടുത്ത ദിവസത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽ ഹാസ് മാക്സിമം ഡക്റ്റിലിറ്റി? ഓക്കെ, ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നാണ് ചോദ്യം. മൈൽഡ് സ്റ്റീൽ, കോപ്പർ, അലൂമിനിയം ആൻഡ് സിങ്ക്. ഏറ്റവും കൂടുതൽ ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കോപ്പറാണ്. ഓക്കെ, കറക്റ്റ് ആൻസർ പറഞ്ഞാൽ കോപ്പറാണ് ഏറ്റവും കൂടുതൽ ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ. അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ഓഫ് ഡിക്രീസിങ് ദ ക്രോസ് സെക്ഷൻ ഓഫ് ബാർ ആൻഡ് ഇൻക്രീസിങ് ഇറ്റ്സ് ലെങ്ത്. ഒരു റോഡിൻ്റെ ക്രോസ് സെക്ഷൻ കുറയ്ക്കുകയും അതിൻ്റെ ലെങ്ത് കൂട്ടുകയും ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ഡ്രോയിങ് ഡൗൺ, അപ്സെറ്റിംഗ്, സ്പിന്നിങ് ആൻഡ് പീനിങ്. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്നാൽ ഡ്രോയിങ് ഡൗൺ ആണ്. അപ്പോൾ ഈ ഡ്രോയിങ് ഡൗണും അപ്സെറ്റിങ്ങും കൺഫ്യൂഷൻ ആവുന്ന കാര്യങ്ങളാണ്. അപ്സെറ്റിങ്ങും ആൻഡ് ഡ്രോയിങ് ഡൗൺ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്ക് പറഞ്ഞ പോലെ അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഈ നടുവിലുള്ളതാണ് വർക്ക് പീസ്. വർക്ക് പീസിൻ്റെ ക്രോസ് സെക്ഷൻ കണ്ടോ? ഇതാണ് ക്രോസ് സെക്ഷൻ. ഓക്കെ, ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ സർക്കുലർ ബാറാണ്. ആ സർക്കിൾ കാണുന്ന ഭാഗമാണ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മുകളിൽ പ്രസ് വെച്ചിട്ട് അടിക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ക്രോസ് സെക്ഷൻ കുറയും അല്ലേ? ക്രോസ് സെക്ഷൻ ഇവിടെ കുറഞ്ഞു, അതാണ് ആഫ്റ്റർ ഡ്രോയിങ് എന്ന് പറയുന്നത്. ക്രോസ് സെക്ഷൻ കുറഞ്ഞു, ലെങ്ത് ഇവിടെ ഇൻക്രീസ് ചെയ്തു, അതാണ് ഡ്രോയിങ് ഡൗൺ. ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ വലിച്ചു നിട്ട്, അങ്ങനെ ആലോചിച്ചാൽ മതി. വലിക്കുമ്പോൾ ലെങ്ത് കൂടല്ലോ, അതാ മാത്രം ആലോചിച്ചാൽ മതി, ഡയമീറ്റർ കുറയും. ഇനി അപ്സെറ്റിംഗ് ആണ് എന്ത് സംഭവിക്കുക? കണ്ടോ, ഇവിടെ ക്രോസ് സെക്ഷൻ ആണ് മുകളിൽ വെക്കുന്നത്. പ്രസ്സിൻ്റെ അമർത്തുന്ന ഭാഗത്ത് ക്രോസ് സെക്ഷൻ ആണ് വെക്കുന്നത്. ലെങ്ത് ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെക്കുന്നത്. ലെങ്ത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രസ് താത്തി കഴിഞ്ഞാൽ അത് സംഭവിക്കും, ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്യും അല്ലേ? ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്യും, ലെങ്ത് എന്താവും? കുറയും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ക്രോസ് സെക്ഷൻ ഇവിടെ ഇൻക്രീസ് ചെയ്തു, കണ്ടില്ലേ? ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്തു, ലെങ്ത് കുറഞ്ഞു, അതാണ് അപ്സെറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഡ്രോയിങ് ഡൗണും അപ്സെറ്റിംഗ് ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഓപ്പറേഷൻ ഓഫ് കട്ടിങ് എ സിലിണ്ടറിക്കൽ ഹോൾ ഇൻ എ ഷീറ്റ് ഓഫ് മെറ്റൽ ബൈ ദ പഞ്ച് ആൻഡ് ദ ഡൈ ഇസ് കോൾഡ്. ഒരു ഷീറ്റ് മെറ്റലിൻ്റെ മുകളിൽ ഒരു സിലിണ്ടറിക്കൽ ഹോൾ കട്ട് ചെയ്യുന്ന പ്രോസസ്സോ. അപ്പോൾ ഇവിടെ തന്നെ കൺഫ്യൂഷൻ ആവുന്ന കാര്യങ്ങളാണിത്. ഷിയറിങ്, പിയേഴ്സിങ്, പഞ്ചിങ്ങും ബ്ലാങ്കിങ്ങുമാണ്. അതിൽ കറക്റ്റ് ആൻസർ എന്നാൽ പിയേഴ്സിങ് ആണ്. ഓക്കെ, അപ്പോൾ പിയേഴ്സിങ്ങും ബ്ലാങ്കിങ്ങും തമ്മിലാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുക. അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു ഫിഗർ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ബ്ലാങ്കിങ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, ബ്ലാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കട്ട് ചെയ്ത്, ഇവിടെ ഒരു സാധനം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സാധനം കിട്ടും അല്ലേ? റൗണ്ട് ഒരു സർക്കുലർ ആയിട്ടുള്ളൊരു ഷേപ്പ് നമുക്ക് പുറത്തോട്ട് കിട്ടും. അതാണ് നമ്മളുടെ വർക്ക് പീസ്. ഓക്കെ, അതായത് നമ്മുടെ വർക്ക് പീസ്. ബാക്കിയുള്ള എൻ്റയർ ഷീറ്റ് സ്ക്രാപ്പാണ്. ഓക്കെ, അപ്പോൾ ബ്ലാങ്കിങ് എന്ന് പറഞ്ഞാൽ ബ്ലാങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിലിണ്ടറിക്കൽ എന്തെങ്കിലും ഷേപ്പ് നമ്മൾ ഒരു തുളച്ചിട്ടൊരു സാധനം നമുക്ക് ആ തുളച്ച് കഴിഞ്ഞാൽ ശിഷ്ടം എന്ന സാധനം, അതാണ് നമ്മളുടെ വർക്ക് പീസ്. ഓക്കെ, മനസ്സിലായല്ലോ? ഈ എൻ്റയർ ഷീറ്റ് എന്തായി പോയി? അപ്പം സ്ക്രാപ്പായി പോയി. അതായത് ആ ഹോള് വന്ന ആ ഷീറ്റ് സ്ക്രാപ്പായി പോയി. പക്ഷെ പിയേഴ്സിങ് ആണെങ്കിൽ നമ്മൾ ഒരു പേപ്പർ തുളച്ചു. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ പഞ്ച്, നമ്മൾ ഓഫീസിലൊക്കെ യൂസ് ചെയ്യുന്ന പഞ്ച്, അതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പിയേഴ്സിങ് ആണ്. അവിടെ നമുക്ക് എന്താ വേണ്ടത്? അതൊരു ഹോൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഹോൾ ഉണ്ടാക്കുമ്പോൾ ആ ഷീറ്റ് വിത്ത് ഹോളാണ് നമ്മളുടെ വർക്ക് പീസും. അതിൽ ആ ഹോളായിട്ട് വന്ന ആ ഒരു പേപ്പർ പീസ്, ആ ഒരു സർക്കുലർ പേപ്പർ പീസ് ആ പഞ്ചിനുള്ളിലോട്ടേക്ക് പോകും അല്ലേ? അത് സ്ക്രാപ്പാണ്. അപ്പോൾ മനസ്സിലായല്ലോ? ബ്ലാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്കുലർ പീസാണ് നമ്മളുടെ വർക്ക് പീസ്. ബാക്കി എൻ്റയർ ഷീറ്റ് അതിൻ്റെ സ്ക്രാപ്പാണ്. പിയേഴ്സിങ് എന്ന് പറഞ്ഞാൽ ഓട്ടുണ്ടാക്കുക, അതായത് ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ആ ഒരു എൻ്റയർ ഷീറ്റാണ് നമ്മളുടെ വർക്ക് പീസ്. ആ ഒരു സർക്കുലർ ആയിട്ടുള്ള വരുന്ന പേപ്പർ പീസ് സ്ക്രാപ്പാണ്. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്തത്, ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ടു റെസിസ്റ്റ് ഫ്രാക്ചർ ഡ്യൂ ടു ഹൈ ഇമ്പാക്ട് ലോഡ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു കാര്യമാണ്. 10-12 പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ഓൾറെഡി നമ്മളൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ സോൾവിങ്ങും നമ്മൾ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം.
ആ ഒരു വീഡിയോ കാണാം, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള വീഡിയോ കാണാം, അതെടുത്ത് വെച്ചിട്ട് ശരിക്കും നോക്കുക. ഇപ്പോൾ ഇവിടെ വന്നാൽ ഹൈ ഇമ്പാക്റ്റ്, ഞാൻ അവിടെ ആ ഒരു വീഡിയോ ഞാൻ കറക്റ്റായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇമ്പാക്റ്റ് ലോഡ്, ഓക്കെ, ഇമ്പാക്റ്റ് ലോഡ് എന്ന് വന്നു കഴിഞ്ഞാൽ റെസിസ്റ്റീവ് ഫ്രാക്ചർ ആണെങ്കിൽ അതിൻ്റെ ഉത്തരം ഇതിലെന്തായിരിക്കും അറിയാം, എന്താണ്, ടഫ്നെസ് ആണ്. ഇമ്പാക്റ്റ് ലോഡ് വരുമ്പോൾ ഫ്രാക്ചർ റെസിസ്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടിയുടെ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ് ടഫ്നെസ്. ഓക്കെ, അതിൽ തന്നെ റെസിലിയൻസും കാര്യങ്ങളൊക്കെ വരുന്നത് അതൊക്കെ ഇമ്പാക്റ്റ് ലോഡാണ്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, അത് ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെന്റ് ഇസ് യൂസ്ഡ് ഫോർ ചെക്കിംഗ് ലാർജ് ഇന്റേണൽ ഡയമീറ്റേഴ്സ്? ലാർജ് ഇന്റേണൽ ഡയമീറ്റേഴ്സ് ചെക്ക് ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് താഴെ കൊടുത്തതിൽ ഏതാണെന്നാണ് ചോദ്യം. സ്മോൾ ഹോൾ ഗേജ്, ടെലിസ്കോപ്പിക് ഗേജ്, പ്ലഗ് ഗേജ്, സ്നാപ്പ് ഗേജ്. അതിൻ്റെ കറക്റ്റ് ആൻസർ ടെലിസ്കോപ്പിക് ഗേജ് ആണ്. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ തന്നാണ് ടെലിസ്കോപ്പിക് ഗേജ്. പ്ലഗ് ഗേജ്, സ്നാപ്പ് ഗേജ് ഒക്കെ ഓൾറെഡി മുൻപത്തെ വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇത് ടെലിസ്കോപ്പിക് റോഡ് എന്ന് പറഞ്ഞാൽ ടെലിസ്കോപ്പിക് ഗേജിൽ 2 ടെലിസ്കോപ്പിക് റോഡുകളുണ്ട്. അതൊരു ഇൻറ്റേർണൽ സ്പ്രിങ് വെച്ചിട്ട് ടെൻഷനിൽ വെച്ച സംഗതിയാണ്. സോ നമ്മൾ എന്താക്കും വെച്ചാൽ അത് ഞെക്കി പിടിച്ചിട്ട് നമുക്ക് ആ ഇൻറ്റേർണൽ ഡയമീറ്ററിൻ്റെ ആ ഒരു ഹോളിലാണല്ലോ ഇൻറ്റേർണൽ ഡയമീറ്റർ ഉണ്ടാവുക. ആ ഹോളിൻ്റെ ഉള്ളിലോട്ട് നമുക്കിത് ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ആ ഒരു സ്പ്രിങ്ങിൻ്റെ മുകളിൽ നമ്മൾ കൈ എടുത്തു കഴിഞ്ഞാൽ ആ ടെലിസ്കോപ്പിക് റോഡ് അതിൻ്റെ ആ 2 എൻഡിലും പോയിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് നമുക്ക് ലോക്ക് ചെയ്യാം. അവിടെ ഒരു ലോക്കിംഗ് സ്ക്രൂ എൻഡിലുണ്ട്, കണ്ടില്ലേ, നമുക്കൊരു ലോക്കിംഗ് സ്ക്രൂ എൻഡിലുണ്ട്. അപ്പോൾ ആ ടെലിസ്കോപ്പിക് റോഡ് ആ ഹോളിൻ്റെ 2 ഭിത്തിയിലും പോയി പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്തിട്ട് നമ്മൾ പുറത്തോട്ട് എടുത്തിട്ട് സ്കെയിൽ വെച്ച് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇൻറ്റേർണൽ ഡയമീറ്റർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞാൽ ചെറിയ ഡയമീറ്റേഴ്സിനല്ല, ചെറിയ ഡയമീറ്റേഴ്സ് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സാധനം ഉള്ളോട്ടേക്ക് പോകില്ല. ഓക്കെ, അതിനൊക്കെ നമ്മൾ വെർനിയർ കാലിപ്പറൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ചെറിയ ഇൻറ്റേർണൽ ഡയമീറ്റർ ഒക്കെ ചെക്ക് ചെയ്യാൻ നമ്മൾ സാധാരണ വെർനിയർ കാലിപ്പറാണ് യൂസ് ചെയ്യുക. ഇത് ചെക്കിങ് ലാർജ് ലാർജ് ഇൻറ്റേർണൽ ഡയമീറ്റേഴ്സ്, വലിയ ഇൻറ്റേർണൽ ഡയമീറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് ടെലിസ്കോപ്പിക് ഗേജ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു റെക്ടിഫൈ ഡാമേജ് ഓർ റസ്റ്റഡ് ത്രെഡ്സ്? ഓക്കെ, ഡൈ നട്ട്, സർക്കുലർ സ്പ്ലിറ്റ് ഡൈ, 2 പീസ് ഡൈ ആൻഡ് ഡൈ പ്ലേറ്റ്. ഇപ്പോൾ ഡൈ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡൈ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്റ്റേണൽ ത്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഡൈ, അല്ലേ, ഡൈ ആൻഡ് സ്റ്റോക്ക്. അതുപോലെ ഇൻറ്റേർണൽ ഡയമീറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് റഞ്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടാപ്പും ഡൈ തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞ വീഡിയോസിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇവിടെ ചോദ്യം എന്താ വെച്ചാൽ റസ്റ്റഡ് ത്രെഡ്സ് അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള ത്രെഡ്സിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡൈ. അപ്പോൾ നമ്മൾ സാധാരണ ഡൈ പുതിയത് ഉണ്ടാക്കാനാണ് നമ്മൾ ഈ സർക്കുലർ 2 പീസ് ഡൈ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡൈ പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ തന്നെ ഒരുപാട് ഡൈസ് ഉണ്ടാവും. അപ്പോൾ അതാണ് ഡൈ പ്ലേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ കറക്റ്റ് ആൻസർ പറഞ്ഞാൽ ഡൈ നട്ടാണ്. ഓക്കെ, അപ്പോൾ ഡൈ നട്ട് വെച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ത്രെഡ് ഉള്ളത് അല്ലെങ്കിൽ റെസ്റ്റായിട്ട് തുരുമ്പിച്ച് പോയ ത്രെഡുകളൊക്കെ നമുക്ക് എന്താക്കാം, വീണ്ടും അതിൻ്റെ മുകളിൽ ഒരു ഫ്രഷ് ത്രെഡ് അടിക്കാൻ നമുക്ക് കഴിയുന്നത് ഡൈ നട്ട് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, മനസ്സിലായില്ലേ? സർക്കുലർ സ്പ്ലിറ്റ് ഡൈ, 2 പീസ് ഡൈ എന്നൊക്കെ പറയുന്നത് പുതിയൊരു ഒരു സിലിണ്ടറിക്കൽ റോഡിൻ്റെ മുകളിൽ പുതുതായിട്ട് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ത്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സർക്കുലറും 2 പീസും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡൈ നട്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവിടെ ഒരു ത്രെഡ് ഉണ്ടായിരുന്നു, അത് തുരുമ്പിച്ച് പോയി അല്ലെങ്കിൽ അത് ഡാമേജ് ആയിപ്പോയി. ഓക്കെ, ത്രെഡിൻ്റെ ആ ത്രെഡ് ഫോം പോയിട്ടുണ്ടാവും. അപ്പോൾ അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒന്നുകൂടെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഡൈ നട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ ഡൈ നട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വേറെ ഒന്നുമില്ല, ഇതന്നെ സംഭവമൊക്കെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ സാധാരണ ഡൈനെ പോലെ തന്നെയാണുള്ളത്. ഇവിടെ ഒരു നട്ടായിരിക്കും ഉണ്ടാവുക. ആ നട്ട് നമ്മൾ സ്പാനർ വെച്ചിട്ട് ടൈറ്റ് ആക്കുമ്പോഴാണ് നമുക്ക് ആ റസ്റ്റഡ് പീസൊക്കെ ഒഴിവായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഒരു ഫ്രഷ് ഡൈ ആയിട്ട് ഫ്രഷ് ത്രെഡായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. എ സ്പ്ലിറ്റ് പിൻ ഈസ് യൂസ്ഡ് ഫോർ ലോക്കിംഗ് പർപ്പസ് ഇൻ. സ്പ്ലിറ്റ് പിന്ന് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക? കാസിൽ നട്ട്, സ്ക്വയർ നട്ട്, ചെക്ക് നട്ട്, ഫ്ലാഞ്ച് നട്ട്. എന്തിനാണ് നമുക്കറിയാം അല്ലേ? എന്താണ്? കാസിൽ നട്ടാണ്. കാസിൽ നട്ട് കണ്ടിട്ടുണ്ടാവും, കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക, അതാണ് കാസിൽ നട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബൈക്കിൻ്റെ ഒക്കെ വീലിൻ്റെ അവിടെ നട്ടായിട്ട് യൂസ് ചെയ്യുന്നത് കാസിൽ നട്ടാണ്. ഇങ്ങനത്തെ നട്ടാണ് നമുക്ക് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് തിരിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രൂവിൻ്റെ ഉള്ളോട്ടേക്ക്, ഒന്നെങ്കിൽ ഈ ഗ്രൂവിൻ്റെ ഉള്ളോട്ട് അല്ലെങ്കിൽ ഈ ഗ്രൂവിൻ്റെ ഉള്ളോട്ട്, അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രൂവിൻ്റെ ഉള്ളോട്ടേക്ക് നമ്മൾ ഈ സ്പ്ലിറ്റ് പിന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു ഷാഫ്റ്റിൻ്റെ മുകളിലായിരിക്കും നമ്മൾ ഇങ്ങനെ തിരിച്ചു വരും അല്ലേ? ഷാഫ്റ്റിൻ്റെ മുകളിൽ ഒരു ബോൾട്ടിൻ്റെ മുകളിൽ അല്ലേ?
ഇപ്പോൾ ബോൾട്ടിൻ്റെ മുകളിൽ ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ ആ ബോൾട്ടിലുള്ള ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോളിന് മാച്ച് ചെയ്തിട്ട് ഈ കാസിൽ നട്ടിൻ്റെ ഈ ഗ്രൂവ് ഇങ്ങനെ കൊണ്ടുപോയി കാണിക്കും. അപ്പോൾ ഇവിടെ ബോൾട്ടിൻ്റെ ഹോളും ഈ ഒരു കാസിൽ നട്ടിൻ്റെ ഗ്രൂവും മാച്ചായി നിൽക്കുമ്പോൾ സ്പ്ലിപ്പിൻ്റെ അതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ വളച്ചു വെക്കും. അതാണ് അതിൻ്റെ ഉപയോഗം. അതാണ് ലോക്കിംഗ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റിനിൽ പോവാം. ദ ഫയൽ കാർഡ് ഇസ് യൂസ്ഡ് ടു. ഫയൽ കാർഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ക്ലീൻ ദി ഫയൽ ടീത്ത്, ടു അവോയ്ഡ് ഫയൽ സ്ലിപ്പ്, ടു ക്ലീൻ ദ ജോബ്, ടു റിന്യൂ ദ ടീത്ത് ഓഫ് ഫയൽ. ഇപ്പോൾ ഫയൽ കാർഡ് യൂസ് ചെയ്യുന്നത് ഫയൽ ടീത്ത് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഫിറ്റിംഗ് ഷോപ്പിലൊക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മൈൽഡ് സ്റ്റീലാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ മൈൽഡ് സ്റ്റീലിൻ്റെ പൊടികൾ, ചെറിയ ചെറിയ പൊടികളൊക്കെ ഈ ഫയലിൻ്റെ ടീത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ കയറി ഇങ്ങനെ നിൽക്കും. ഓക്കെ, അത് ആ ഫയൽ ഉപയോഗിച്ചിട്ട് വീണ്ടും ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ആക്യുറസി അല്ലെങ്കിൽ ആ ഒരു മെഷീനിങ് പ്രോസസ്സ് അവിടെ നടന്നു എന്ന് വരില്ല. അപ്പോൾ നമുക്ക് എന്താക്കണം, ആ ഒരു പൊടികളെ നമ്മൾ ക്ലീൻ ചെയ്ത് കളയണം. ഇപ്പോൾ നമ്മൾ ഷൂവിൻ്റെ മുകളിലൊക്കെ പോളിഷ് ചെയ്യുമ്പോൾ നമ്മൾ എന്താക്കണം വെച്ചാൽ ക്ലീൻ ചെയ്ത് കളയണം. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഫയൽ കാർഡ്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വളരെ കമ്പികളായിരിക്കും, അതായത് നേരിയ ടൈപ്പ് കമ്പികളുണ്ടാവും. ആ കമ്പികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പനായിരിക്കും. അപ്പോൾ ഈ ഷാർപ്പനായിട്ടുള്ള കമ്പികൾ നമ്മൾ ഫയലിൻ്റെ മുകളിൽ ഇങ്ങനെ ഉരയ്ക്കുന്ന സമയത്ത് ആ ഗ്രൂവിൻ്റെ ഉള്ളിലോട്ട് പോയി ആ മൈൽഡ് സ്റ്റീലിൻ്റെ എല്ലാ പൊടികളെയൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് കറക്റ്റ് ആ ഒരു ഫയൽ ക്ലീൻ ആക്കി തരും. അപ്പോൾ പിന്നീട് നമുക്ക് ആ ഒരു ഫയൽ ചെയ്യുമ്പോൾ നല്ല മെഷീനിങ് കിട്ടും. ഓക്കെ, അതിനാണ് നമ്മൾ ഫയൽ കാർഡ് യൂസ് ചെയ്യുന്നത്. സോ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദ ബെഞ്ച് വൈസ് സ്പിൻഡിൽ. ദ ബെഞ്ച് വൈസ് സ്പിൻഡിൽ ഹാസ് വി ത്രെഡ്, ആക്മി ത്രെഡ്, സ്ക്വയർ ത്രെഡ്, നക്കിൾ ത്രെഡ്. ഓക്കെ, അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ത്രെഡാണ്. ബെഞ്ച് വൈസ് സ്പിൻഡിലിന് സ്ക്വയർ ത്രെഡാണ് യൂസ് ചെയ്യുക. ഇനി PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ആക്മി ത്രെഡ് യൂസ് ചെയ്യുന്നത് എവിടെയാണ്, നക്കിൾ ത്രെഡ് യൂസ് ചെയ്യുന്നത് എവിടെയാണെന്നൊക്കെ ചോദിക്കും. അതാണ് കൂടുതലും ചോദിക്കുക. ആക്മി ത്രെഡ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് എടുക്കുന്നത്? ലീഡ് സ്ക്രൂ അല്ലേ, ലെയ്ത്തിൻ്റെ ലീഡ് സ്ക്രൂവിൽ യൂസ് ചെയ്യുന്നത് ആക്മി ത്രെഡാണ്. ഓക്കെ, ആക്മി ത്രെഡ്സ് ലീഡ് സ്ക്രൂവിൽ യൂസ് ചെയ്യുന്നു. അത് മറക്കരുത് കേട്ടോ. 29 ഡിഗ്രിയാണ് ആക്മി ത്രെഡിൻ്റെ ആംഗിൾ. അതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി നക്കിൾ ത്രെഡ് ആണെങ്കിൽ റെയിൽവേ വാഗൺസിൻ്റെ ഒക്കെ ബ്രേക്ക് റോഡിൽ റെയിൽവേ വാഗൺ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് നക്കിൾ ത്രെഡ് ആയിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് കൂടുതലും ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ശരിക്കും കാണുക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവണമെങ്കിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനു മുൻപ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് മുഴുവൻ കാണാം. അതിൽ തന്നെ നമുക്ക് ആ ഒരു 20 ക്വസ്റ്റ്യൻസാണ് ക്രാക്ക് ചെയ്യുന്നതെങ്കിൽ അതൊരു 100 ക്വസ്റ്റ്യൻസിൻ്റെ പ്രതീതി ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ കംപ്ലീറ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു 500 ക്വസ്റ്റ്യൻസ് പഠിച്ച ഒരു പ്രതീതി ഉണ്ടാവും. അതുതന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ചോദിക്കുക. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ എക്സാമിനേഷൻ. ഓക്കെ, താങ്ക് യു.